എറണാകുളത്തും തൃശൂരും കണ്ണൂരും വി ഡി സതീശനായി പ്രതിഷേധ പ്രകടനം നടന്നു. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് രംഗത്തിറങ്ങിയത്. പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രകടനം. എറണാകുളം നെട്ടൂരിലും തൃശൂർ കുന്നംകുളത്തും കണ്ണൂരിൽ കെ.സി. വേണുഗോപാലിന്റെ നാട്ടിൽ, അതായത് പഴയങ്ങാടിയിലുമാണ് ഈ പ്രകടനങ്ങൾ നടന്നത്. നാളെ കൂടുതലിടങ്ങളിൽ പ്രകടനങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് പ്രവർത്തകർ പറയുകയും ചെയ്തത്. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, ഇന്ന് പലയിടങ്ങളിലായി പ്രകടനവും പ്രതിഷേധവും കണ്ടു. നമ്മൾ എറണാകുളത്ത് വി ഡി സതീശന്റെ ജന്മനാട്ടിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് നടന്നത്. നൂറുകണക്കിന് പ്രവർത്തകർ ഈ ഒരു പ്രകടനത്തിന്റെ ഭാഗമായി അതിലേക്ക് എത്തി എന്നുള്ളതാണ്. സംസ്ഥാനത്തുടനീളം ആയിരക്കണക്കിന് പ്രവർത്തകർ വി ഡി സതീശനെ അനുകൂലിച്ച് തെരുവിലേക്ക് ഇറങ്ങും എന്ന് പറയുകയും ചെയ്യുന്നു. പട നയിച്ച ആൾ നയിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് എറണാകുളത്ത് നടന്ന പ്രതിഷേധം ഏത് രീതിയിലായിരുന്നു? കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും സ്വാതി, കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. എന്തായാലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് പോസ്റ്റർ യുദ്ധവും ഫ്ലക്സ് യുദ്ധവും എല്ലാം. അതിനുശേഷം പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. വി ഡി സതീശനെ അനുകൂലിച്ചുകൊണ്ടാണ് ഒരു കൂട്ടം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് മുദ്രാവാക്യം വിളികളുമായി തെരുവിലേക്ക് ഇറങ്ങിയത്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഒപ്പം തന്നെ പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നുള്ള മുദ്രാവാക്യം തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മൾക്കറിയാം, 2006 കേരളം കണ്ടതാണ് വി എസ് അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPM പ്രവർത്തകർ അന്ന് തെരുവിലിറങ്ങിയത്. എന്തായാലും അന്ന് പൊളിറ്റ് ബ്യൂറോയ്ക്ക് ഈ പ്രവർത്തകരുടെ ആവേശത്തിൽ അല്ലെങ്കിൽ പ്രവർത്തകരുടെ ആവശ്യത്തിനോട് വഴങ്ങേണ്ടതായി വന്നു. ഇതുതന്നെയാണ് 2026 പാർട്ടിയും മുന്നണിയും മാറി കോൺഗ്രസും UDFലുമായി ഈ പ്രശ്നം ആരംഭിച്ചിരിക്കുന്നത്. ഇത് കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. എറണാകുളത്താണ് ആദ്യ പ്രകടനം ആരംഭിച്ചത്. എറണാകുളം നെട്ടൂര് വി ഡി സതീശൻ്റെ ജന്മനാടാണ്. നെട്ടൂരിൽ നിന്നാണ് പ്രകടനം ആരംഭിച്ചത്. വൈകുന്നേരം 4:30 നൂറുകണക്കിന് പ്രവർത്തകർ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രകടനവുമായി തെരുവിലിറങ്ങി. തൊട്ടു പിന്നാലെ കണ്ണൂരും തൃശ്ശൂരും കോഴിക്കോടുമെല്ലാം പ്രകടനം നടന്നു. നാളെ ഇന്നും ഈ പ്രകടനം ആവർത്തിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഏതായാലും വലിയ രീതിയിലുള്ള ആവേശത്തിലേക്ക് അല്ലെങ്കിൽ പ്രവർത്തകർ അവരുടെ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ അത് പാർട്ടിയിൽ തന്നെ വലിയ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ഇടയാകുമെന്നുള്ള മുന്നറിയിപ്പ് പ്രവർത്തകർ നൽകുന്നുണ്ട്. താഴെ തട്ടിലുള്ള പ്രവർത്തകരാണ് കൂടുതലും ഇത്തരത്തിൽ വി ഡി സതീശന് വേണ്ടി രംഗത്തിറങ്ങുന്നത്. നമ്മൾക്കറിയാം, എറണാകുളം എന്ന് പറയുന്നത് വി ഡി സതീശനേറെ സ്വാധീനമുള്ള ഒരു ജില്ലയാണ്, വി ഡി സതീശൻ്റെ ജില്ലയാണ്. പ്രത്യേകിച്ചും എറണാകുളത്തെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് വി ഡി സതീശൻ്റെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാളാണ്. മാത്രമല്ല, മുഹമ്മദ് ഷിയാസാണ് ആദ്യമായി പറയുന്നത് ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടാകുന്നത് അത് എറണാകുളത്ത് നിന്നായിരിക്കും. അത് വലിയ വിവാദമായി മാറിയിരുന്നു. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ നിന്ന് ഒരു പ്രകടനം കൂടി ആരംഭിച്ചിരിക്കുന്നു. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. മാത്രമല്ല, KC വേണ്ട, RC വേണ്ട, VDS മതി എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ആ ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഏതാനും ചില പ്രവർത്തകർ ഇന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കൂടുതൽ പേർ പ്രതിഷേധവുമായി രംഗത്ത് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. നാളെയും അതിന് തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെയായി കേരളം വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങൾക്ക് വഴിമാറേണ്ടി വരുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. സ്വാതി. ശരി സഹിൻ പറഞ്ഞതുപോലെ ഇനി വരും ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ പ്രതിഷേധത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കും. ഈ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ വൈകുന്നത് അനുസരിച്ച് അത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ആ വിവരങ്ങളാണ് സഹിൻ നൽകിയത്.